മലബാറിലെ +1 സീറ്റ് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ സമരം ഇന്നും തുടരും. KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് സലീം മാലിക്. ഇന്നത്തെ വിദ്യാഭ്യാസ ബന്ദ് കാരണം കുട്ടികൾ അപ്പാടെ നമ്മുടെ യൂട്യൂബ് വഴി ചോദിക്കുന്നുണ്ട്, ഇന്ന് അവധിയുണ്ടോ? ഞാൻ പറഞ്ഞു മുൻകാല പ്രാബല്യത്തിൽ അവധിയില്ല എന്ന്. അവധിയൊന്നുമില്ലല്ലോ. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് അവധിയില്ല, വിദ്യാഭ്യാസ ബന്ദ്, KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ് ഉണ്ട്. ആ സ്ഥലങ്ങളിൽ അവരുടെ സമരത്തിനനുസരിച്ചൊക്കെ ആ നിലയിൽ സ്കൂളുകളുടെ തീരുമാനമാണ് അതൊക്കെ. എന്തായാലും ഈ +1 സീറ്റ് പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിന് വലിയ തലവേദനയായിരിക്കുന്ന വിഷയമാണ്. അതിൽ ഇന്നൊരു ചർച്ച വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 2 മണിക്കാണ് ആ ചർച്ച. ആ ചർച്ചയോടുകൂടി നിലവിലുള്ള ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും 7478 കുട്ടികൾക്ക് ഈ അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം മലബാറിൽ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ അത് എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിൽക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകും. അത് നിലവിലെ സംസ്ഥാനത്തിന്റെ ഒരു അവസ്ഥയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനമാണ് സർക്കാർ പോകുന്നതെങ്കിൽ അത് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെയുള്ള ഒരു തീരുമാനമാവും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോഴും ഈ സർക്കാരിനെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ സമരമാണ്. നിലവിൽ ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ സമരം, കഴിഞ്ഞ ദിവസങ്ങളായി MSF ആയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സമരരംഗത്തുണ്ടായിരുന്നത്. MSF ആ സമരം യൂത്ത് ലീഗ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് യൂത്ത് ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് 11 മണിക്ക് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ തന്നെ CPIMന്റെ തന്നെ പോഷക സംഘടനയായ SFI കൂടി ഈ വിഷയത്തിൽ സമരത്തിലെത്തിയതോടുകൂടി വലിയ പ്രതിരോധം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എത്രയും വേഗത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ളത്. പക്ഷേ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിലും വലിയ ആശങ്ക. പ്രത്യേകിച്ചും ഈ ഗ്രേഡ് ഒരേ മാർക്ക് മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കും അവരുടെ പേരിന്റെ തുടക്കത്തിൽ അക്ഷരവും ജനനത്തീയതിയും ഒക്കെ വെച്ചുകൊണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ അഡ്മിഷൻ ലഭിക്കുകയും ചിലർക്ക് അങ്ങനെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇന്ന് 2 മണിക്കുള്ള ചർച്ചയിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും വിദ്യാഭ്യാസ മന്ത്രി ക്ഷണിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ അതോ സമരം തുടരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുക. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. അപ്പോൾ വിദ്യാഭ്യാസ ബന്ധമുണ്ടെങ്കിലും ഒരു വിദ്യാലയത്തിനും അവധിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം എന്തെങ്കിലും ആപൽക്കരമായ ഘട്ടമുണ്ടെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും ജില്ലാ കളക്ടർക്കുമൊക്കെ അവധി കൊടുക്കാവുന്നതേ ഉള്ളൂ.